അമൃത, ഇപ്പോൾ ഈ സംസ്ഥാനത്ത് ഒരു സംരംഭം തുടങ്ങുന്നതിന് നേരത്തെ പഞ്ചായത്തിന് തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണമായിരുന്നു. അപ്പോൾ ഈ ലൈസൻസ് കിട്ടാത്ത സൂക്ഷ്മ മൈക്രോ ലെവലിലുള്ള സംരംഭങ്ങളുണ്ട്. അപ്പോൾ ഈ മൈക്രോ ലെവലിലുള്ള സംരംഭങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ബാങ്കുകളിൽ നിന്ന് വായ്പയൊന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഈ പറയുന്ന രീതിയിൽ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ലൈസൻസ് എന്ന് പറയുന്ന കടമ്പ ഒഴിവാക്കി രജിസ്ട്രേഷൻ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ള ഒരു വിശദീകരണം മന്ത്രി MP രാജേഷ് നൽകുന്നത്. അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മൈക്രോ ലെവലിലുള്ള അല്ലെങ്കിൽ സൂക്ഷ്മ സംരംഭങ്ങൾക്ക് നിലവിൽ ബാങ്ക് വായ്പയൊന്നും ലഭിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംരംഭം ഉണ്ട് എങ്കിൽ അവർ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ അവർക്ക് ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള സൗകര്യമൊരുങ്ങും. അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ചില പരിഷ്കാരങ്ങൾ വരുത്താൻ, നിയമങ്ങളിലും ചട്ടങ്ങളിലും പരിഷ്കാരം വരുത്താൻ തദ്ദേശ വകുപ്പ് ഒരുങ്ങുന്നു എന്നുള്ള കാര്യം മന്ത്രി പറയുന്നത്. അത് പക്ഷേ ഈ പറയുന്ന സൂക്ഷ്മ സംരംഭങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് സഹായമൊരുക്കാൻ വേണ്ടിയോ മാത്രമല്ല. ഈ പറയുന്ന പോലെയുള്ള വലിയ കാറ്റഗറി 1-ൽ ഉൾപ്പെടുന്ന പാലക്കാട് എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാല പോലെയുള്ള സംവിധാനങ്ങൾക്ക് സഹായമൊരുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം പറയുന്നത്. അതായത് അവരെ പൂർണ്ണമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പറയുന്ന പോലെ ഈ പറയുന്ന കാറ്റഗറി 1-ൽ ഉൾപ്പെടുന്ന എല്ലാ സംരംഭങ്ങൾക്കും പഞ്ചായത്തിൻ്റെ ഒന്നും ഒരു തരത്തിലുമുള്ള അനുമതി ഇങ്ങനെ വന്നാൽ വേണ്ടി വരില്ല. ഈ പറയുന്ന പോലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ട് എങ്കിൽ അവിടെ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് വന്ന് പരിശോധന നടത്താം. ആ പരിശോധന നടത്തുന്നത് അനുമതി നിഷേധിക്കാൻ വേണ്ടി ആവരുത്, അനുമതി കൊടുക്കണം. മറ്റെന്തെങ്കിലും, അതായത് ചില നിബന്ധനകൾ മാത്രം ഇതിന് മുന്നോട്ട് വെക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഇളവുകളുടെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് പഞ്ചായത്ത് അനുമതി കൊടുക്കേണ്ടതില്ല, പഞ്ചായത്ത് എന്തായാലും അനുമതി കൊടുക്കണം, പക്ഷേ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കേണ്ടതില്ല, രജിസ്ട്രേഷൻ മാത്രം മതി. ലൈസൻസ് വേണ്ട എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ മാത്രം നടപ്പിലാക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നു വന്നാൽ അത് പഞ്ചായത്ത് സെക്രട്ടറി പോയി പരിശോധിക്കുകയും അതിനകത്ത് ചില നിബന്ധനകൾ നൽകുകയും ചെയ്യാം. അതല്ലാതെ ഇതിന് അനുമതി നിഷേധിക്കാൻ പഞ്ചായത്തിന് അധികാരം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സവിശേഷമായ കാര്യം. അപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാതി ഉയർന്നു വന്നാൽ അത് പരിശോധിക്കുക, അതിനകത്ത് എന്തെങ്കിലും നിബന്ധനകൾ വരുത്തുക എന്നുള്ളത് മാത്രമാണ് പഞ്ചായത്തിന്റെ അധികാരത്തിൽ വരുന്ന കാര്യമായി മാത്രം മന്ത്രി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതല്ലാതെ ഇതിനകത്ത് ഒരു തരത്തിലുമുള്ള ഒരു ഇടപെടൽ പഞ്ചായത്തിന് നടത്താൻ കഴിയില്ല എന്നുള്ള ധ്വനി കൂടി മന്ത്രി ഈ പറയുന്ന വാചകങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇളവുകളുടെ ഭാഗമായി വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഒരു സംരംഭം തുടങ്ങുന്നതിന് ഇനി ഒരു തരത്തിലുമുള്ള ലൈസൻസ് ബാധകമാവില്ല. അതിനകത്ത് ഈ പറയുന്ന പോലെ പഞ്ചായത്തിന്റെ രജിസ്ട്രേഷൻ മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് വകുപ്പ് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പഠനങ്ങൾ നടത്തി വന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് മന്ത്രി ഇന്നിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്. ഇത് അധികം താമസിയാതെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്യും. ഇതിൽ പക്ഷേ മന്ത്രി പറയുന്ന വിശദീകരണമുണ്ട്. ഇത് പാലക്കാട് തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകൾക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അതിന് മുമ്പേ തന്നെ തദ്ദേശ വകുപ്പെടുത്ത കാര്യമാണ് എന്നുള്ള വിശദീകരണം കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. അമൃത. ഷിജോ കുര്യറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.